ജിൻഡോ അങ്ങനെ ജാസ്മിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടനാണ് എല്ലാത്തിനും പിന്നിൽ. സിജോയോട് ലാലേട്ടൻ പറഞ്ഞു, സിജോ ജിൻഡോയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, ഫണ്ണായിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കണം, നല്ലൊരു ചാൻസാണ്, വെറുതെ നശിപ്പിക്കരുത്, വിട്ടുകളയരുതെന്നൊക്കെ. ഉടനെ സിജോ ആണെങ്കിൽ ജിൻഡോയെ നല്ലവണ്ണം മനസ്സിലാക്കിയ സിജോ ജിൻഡോയ്ക്ക് എന്താണോ പാട് അത് ജിൻഡോയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതും ജാസ്മിനോടാണ് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞത്. ജിൻഡോ വളരെ റൊമാൻറ്റിക് ആയിട്ട് ജാസ്മിനെ പ്രപ്പോസ് ചെയ്യണമെന്നാണ് സിജോ പറഞ്ഞത്. ശ്രീധുവിനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്രയും കുഴപ്പമില്ലായിരുന്നു. കാരണം ജിൻഡോയും ശ്രീധു അത്രയും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ജാസ്മിനും ജിൻഡോയും കൂടിയുള്ള ഇരിപ്പവശം വെച്ച് ജിൻഡോയ്ക്ക് ഒരിക്കലും ജാസ്മിനെ റൊമാൻറ്റിക്കായിട്ട് പ്രപ്പോസ് ചെയ്യാനും പറ്റില്ല, ജാസ്മിൻ അത് കേട്ട് നിൽക്കാനും പറ്റില്ല. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇത് എപ്പിസോഡ് കണ്ടവർക്കറിയാം, ചിരിച്ച് മരിച്ച് കാണും എല്ലാവരും. ജാസ്മിൻ ഒരു മഞ്ഞ സാരിയും വെള്ള ബ്ലൗസൊക്കെയാണ് ഉടുത്തിരുന്നത്. വളരെ സുന്ദരിയായിരുന്നു. ജിൻഡോ അടുത്ത് നിന്നിട്ട് ജാസു എന്തോ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ ജാസ്മിൻ പറയാണ്. നീ എന്ത് ജോലിക്കാണ് പോണേ, ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പോകുന്നു, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജാസ്മിൻ അത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണേ. അത് വേണം, നമുക്ക് നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുന്നു. ഇത് പറയുമ്പോൾ തന്നെ ജാസ്മിൻ ലാലേട്ടാ മതി ലാലേട്ടാ എന്ന് പറയുന്നു. ലാലേട്ടൻ വരെ പൊട്ടിച്ചിരിച്ചു പോയി കേട്ടോ. എന്നാലും ലാലേട്ടൻ നിർത്താൻ പറയുന്നില്ല, അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. ഉടനെ ജിൻഡോ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വാപ്പാനോട് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു. ഉടനെ സിജോ ജിൻഡോ സീരിയസ് ആയി അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവർ പുറകിരുന്ന് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെയാണ്. അത് വേണ്ട, വാപ്പാനോട് പറയണ്ടെന്നൊക്കെ പറയാണ്. അല്ല ജാസ്മിൻ, വേണമെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, അതൊന്നും നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം വാപ്പാനോടെന്നൊക്കെ പറയാണ്. അപ്പോൾ അവസാനം ജാസ്മിൻ അതിനേക്കാളും ഭേദം എൻ്റെ ശവം എടുത്താൽ പോരെ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു രണ്ടുപേരും അത്